അഴതൊരു മുമ്പേലാണെങ്കിൽ അലീനയെ കണ്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ ഔദച്ചായനെന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഔദക്കുട്ടി സ്റ്റാലിനോട് പറയുന്നുണ്ട്, എത്രയും വേഗം നീ ആ പെൺകുട്ടിയെ ഇവിടെ നിന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ അവൾക്കത് വലിയ നാണക്കേടായിരിക്കും, മോശം കേടായിരിക്കുമെന്ന് പറയുന്നത് കാണാൻ കഴിയും, സാധിക്കും. അപ്പൻ എന്തൊക്കെയായി പറയുന്നേ? അവളെ ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞതാണ്. മിസ്റ്റർ മേനോൻ എന്നോട് പറഞ്ഞതാണ് പറ്റുമെങ്കിൽ മാത്രമേ ഏറ്റെടുക്കാൻ പാടുള്ളൂ എന്ന്. പക്ഷേ ഞാൻ മേനോനോട് വാക്ക് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അവളെ ഏറ്റെടുത്ത് കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ അപ്പൻ്റെ വാക്ക് കേട്ട് അവളെ വേറൊരിടത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ മിസ്റ്റർ മേനോൻ വരുമ്പോൾ ഞാൻ എന്ത് പറയും, എന്ത് ചോദിക്കുമെന്ന് പറയുന്നത് കാണാൻ കഴിയും, സാധിക്കും. അയാൾ നിന്നെ ചതിക്കാണ്ട എന്ന് പറയുമ്പോൾ അയാൾ എന്നെ ചതിക്കുകയൊന്നുമല്ല. അയാൾ എനിക്ക് സത്യം മനസ്സിലാക്കി തരികയായിരുന്നു, എന്നെ നേരിൻ്റെ വഴിയിലേക്ക് നടത്തുകയായിരുന്നു എന്ന് പറയുന്നത് കാണാൻ കഴിയും, സാധിക്കും. ഇതേ സമയമാണെങ്കിൽ എൻ്റെ പൊന്നുമോനെ, ഈ അപ്പച്ചൻ പറയുന്നത് നീ ഒന്ന് കേൾക്കടാ എന്ന് പറയുമ്പോൾ കേൾക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല അപ്പച്ച. കാരണം വേറൊന്നുമല്ല, എനിക്ക് അവളെ തള്ളിക്കളയാനായിട്ട് കഴിയില്ല. അവൾ എൻ്റെ മകളാണ്. എൻ്റെ പേരിനൊപ്പം, അതായത് അവളുടെ പേരിനൊപ്പം എൻ്റെ പേര് അധികം വൈകാതെ തന്നെ ഞാൻ ചേർക്കും. അലീന സ്റ്റാലിയെന്ന് ആക്കുമെന്ന് പറയുന്നത് കാണാൻ കഴിയും, സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഔദക്കുട്ടിയാണെങ്കിൽ എങ്കിൽ ശരി, നിൻ്റെ മോളെ എനിക്കൊന്ന് കാണണമെന്ന് പറയുന്നു. ഒടുവിൽ സ്റ്റാൻലി അലീനയെ വിളിക്കുന്നു. അലീനയെ വിളിച്ചതും അലീനയുടെ മുഖം കണ്ടതും ഔദക്കുട്ടി ഞെട്ടിപ്പോവുകയാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നു, സാധിക്കുന്നു. ഔദക്കുട്ടി അലീനയുടെ മുഖത്ത് ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുകയാണ് എന്ന് കാണാനായിട്ട് കഴിയും, സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയം ഔദക്കുട്ടിയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അലീനയോട് പറയാണ് സ്റ്റാൻലി, ഇതാണ് എൻ്റെ അപ്പൻ, നിൻ്റെ വല്യപ്പച്ചൻ എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ വല്യപ്പച്ച എന്നെ പുറത്താക്കാനായിട്ട് വന്നതാണോ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും നമ്മുടെ ഔദക്കുട്ടിയാണെങ്കിൽ അങ്ങനെയൊന്നുമല്ല മോളെ, ഞാൻ നിന്നെ ഒരു തവണ ഒന്ന് കാണാനായിട്ട് വന്നതാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ മോളെ. ഞാനിവനെ ഉപദേശിക്കുകയായിരുന്നു, ഒരുപാട് ചീത്തപ്പേരൊക്കെ വരുമെന്ന് എന്ന് പറയുമ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇതുവരെയും കേണൽ സാബ് എന്നല്ലാതെ പപ്പ എന്ന് വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഔദക്കുട്ടി പറയുന്നുണ്ട്, ഇനി നിനക്ക് പപ്പ എന്ന് സ്റ്റാലിനെ വിളിക്കാം. ഞാൻ നിന്നെ എൻ്റെ മകളായി അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അലീന സ്റ്റാലിനെ പപ്പ എന്ന് വിളിക്കുന്ന സംഭവബഹുല മുഹൂർത്തം വന്നെത്തുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.